ഇന്ത്യ US വ്യാപാര കരാറിനുള്ള അവസാനവട്ട ചരടുവലികൾ നടക്കുന്നതിനിടെ നിർണായക നീക്കവുമായി ഇന്ത്യ. US-ൽ നിന്ന് പാചകവാതകമായ LPG ഇറക്കുമതി ചെയ്യുന്നതിനായി ഇന്ത്യയിലെ പൊതുമേഖലാ എണ്ണ കമ്പനികൾ 1 വർഷത്തെ കരാറിൽ ഒപ്പുവച്ചിരിക്കുകയാണ്. US-ൽ നിന്ന് 22 ലക്ഷം ടൺ LPG ഇറക്കുമതി ചെയ്യാനാണ് തീരുമാനം. ഇന്ത്യയുടെ വാർഷിക LPG ഇറക്കുമതിയുടെ ഏകദേശം 10% വരുന്ന ഈ കരാർ US-മായി ഒപ്പുവെക്കുന്ന ഇത്തരത്തിലുള്ള ആദ്യത്തെ കരാറാണ്. ചരിത്രപരമായിട്ടുള്ള ഒരു കരാറാണ്. ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടില്ല. US-മായുള്ള ഇന്ത്യയുടെ വ്യാപാര മിച്ചം കുറയ്ക്കാനുള്ള ശ്രമമാണിതെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി US-ൽ നിന്നുള്ള ഇറക്കുമതിയേക്കാൾ വളരെയധികം കൂടുതലാണ്. ഇതിനെതിരെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പലതവണ വിമർശനം ഉന്നയിച്ചിരുന്നു. LPG ആവശ്യകതയുടെ 65% ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയാണ്. 2024 ഇറക്കുമതി ചെയ്ത LPG-യുടെ 90% UAE, ഖത്തർ, കുവൈറ്റ്, സൗദി എന്നിവിടങ്ങളിൽ നിന്നായിരുന്നു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ചർച്ചയിലുള്ള ഉഭയകക്ഷി വ്യാപാര കരാറിന്റെ ഭാഗമായി US-ൽ നിന്നുള്ള ഊർജ്ജ ഇറക്കുമതി വർദ്ധിപ്പിക്കാനും ഗൾഫിൽ നിന്നുള്ളത് കുറയ്ക്കാനുമാണ് ഇന്ത്യയുടെ തീരുമാനം. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ LPG ഉപഭോക്താവാണ് ഇന്ത്യ. അപ്പൊ അതിന്റെ വിപണി എന്ന് പറയുമ്പോൾ അത്ര വലിയ വിപണിയാണ്. ഇതുകൊണ്ടാണ് ട്രംപ് ഇന്ത്യയോട് നിർബന്ധിച്ചു കൊണ്ടിരുന്നത് അവരുടെ LPG നമ്മൾ വാങ്ങണം, അവരുടെ എണ്ണ നമ്മൾ വാങ്ങണം എന്നുള്ളത്. ഇപ്പം നമ്മുടെ LPG വിപണിയിൽ 50%-ലധികവും ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയാണ്. ഭൂരിഭാഗവും പശ്ചിമേഷ്യൻ വിപണികളിൽ നിന്നാണ്, ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഉടൻ ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഊർജ്ജ മേഖലയിലെ സഹകരണമായിരുന്നു വ്യാപാര കരാറിൽ മുഖ്യമായും അമേരിക്ക ഉയർത്തിയതൊരു ആവശ്യം. ഇതിന്റെ അടിസ്ഥാനത്തിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന നിർത്തണമെന്ന് അമേരിക്ക ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇതിനോട് ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല. അതേസമയം 1 വർഷത്തിനിടെ രാജ്യാന്തര LPG വില 60% കൂടിയതാണ് റിപ്പോർട്ടുകൾ വരുന്നത്. പക്ഷേ ഈ വിലക്കയറ്റം ഇന്ത്യയിൽ പ്രതിഫലിച്ചിട്ടില്ല. ഉജ്ജ്വല യോജനക്കാർക്ക് സിലിണ്ടറിന് 500 മുതൽ 550 രൂപയാണ് ചെലവ്. മറ്റുള്ളവർക്ക് ഇത് ശരാശരി 1100 രൂപയാണ്. രാജ്യാന്തര വിലവർധനയുടെ ആഘാതം ആഭ്യന്തര വിലയിൽ പ്രതിഫലിക്കാതിരിക്കാനായി 40,000 കോടിയുടെ ബാധ്യതയാണ് കേന്ദ്രം ഏറ്റെടുത്തത്. നിലവിൽ ഇന്ത്യ LPG-യുടെ ഭൂരിഭാഗവും വാങ്ങുന്നത് ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നാണ്. കരാർ ഒപ്പിടുന്നതിന് മുൻപായി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കമ്പനികൾ US-ലെത്തി എണ്ണ കമ്പനികളുമായി ചർച്ച നടത്തിയിരുന്നു. ഇന്ത്യ US-ഉം തമ്മിലുള്ള വ്യാപാര കരാർ ഈ വർഷം തന്നെ യാഥാർത്ഥ്യമായേക്കുമെന്നാണ് സൂചനകൾ. US-ന്റെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാനുള്ള നടപടികൾക്കും ഇന്ത്യൻ കമ്പനികൾ തുടക്കമിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ LPG ഇറക്കുമതിക്കുള്ള കരാറിലേക്കും ഇന്ത്യൻ കമ്പനികൾ കടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.